അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലിയർപ്പിക്കാനുള്ള കാരണം ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 1000 ആടുകളെയും 300 പശുക്കളെയും 100 ഒട്ടകങ്ങളെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിച്ചു, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുക്കലുള്ളതെല്ലാം ഞാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. എനിക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അതിനെയും ഞാൻ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കും, സമർപ്പിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുഞ്ഞിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു. കുഞ്ഞ് നടക്കാൻ പ്രായമായപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ കാണുന്നു, ഓ ഇബ്രാഹിം നബിയെ, തങ്ങൾ അന്നു പറഞ്ഞത് നിങ്ങൾ നിറവേറ്റണം, നിങ്ങൾ പൂർത്തിയാക്കണം. ഇത് കാണുന്നത് ദുൽഹിജ്ജ 8-നാണ്. അതിനാണ് യൗമു തർവിയ എന്ന് പറയുന്നത്. ഇത് അള്ളാഹുവിൽ നിന്നാണോ പിശാച്ചിൽ നിന്നാണോ എന്നറിയില്ല. 2-ാം ദിവസവും അതേപോലെ കാണുന്നു. അപ്പോൾ മനസ്സിലായി അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതാണ് യൗമ അറഫ. 3-ാം ദിവസവും അതേപോലെ കാണുന്നു. അപ്പോൾ മനസ്സിലായി അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ, ബലിയർപ്പിക്കാൻ തന്നെയാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് യൗമുൻ നഹർ എന്ന് പറയുന്നത്. ഏതായാലും ഈ ദിവസങ്ങളൊക്കെ വളരെ പുണ്യമുള്ള ദിനങ്ങളാണ്. സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങളിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.